എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. വിശേഷ ദിവസങ്ങളിൽ വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പായസമാണ് സേമിയ പായസം. സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും തവിയും നന്നായി കഴുകിയിരിക്കണം. അല്ലെങ്കിൽ പാലൊഴിച്ച് കഴിയുമ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നെയ്യ് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ആഡ് ചെയ്യാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് ഇതുപോലെ കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്യാവുന്നതാണ്. ഉണക്കമുന്തിരി 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഉണക്കമുന്തിരി വീർത്ത് വരുന്നത് വരെ വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. ഉണക്കമുന്തിരി വീർത്ത് വരുമ്പോൾ പാനിൽ നിന്ന് കോരി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സ്റ്റൗ ഓണാക്കി ബാലൻസ് ഉള്ള നെയ്യിലേക്ക് 1 കപ്പ് സേമിയ ആഡ് ചെയ്യുക. നീളത്തിലുള്ള സേമിയ ആണെങ്കിൽ ഇതുപോലെ ഒടിച്ച് ചെറിയ പീസുകളാക്കി വേണം ആഡ് ചെയ്യാനായിട്ട്. ഇത് റോസ്റ്റ് ചെയ്ത സേമിയ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുക. ഇനി തീ ഹൈ ഫ്ലെയിമിലിട്ട് തിളയ്ക്കുന്നത് വരെ തുടർച്ചയായി ഇളക്കി കൊടുക്കുക. തുടർച്ചയായി ഇളക്കിയില്ലെങ്കിൽ മുകളിൽ പാട കിട്ടും. ഏകദേശം 7 മിനിറ്റ് കൊണ്ട് സേമിയ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഏകദേശം 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിങ്ങയും ആഡ് ചെയ്യുക. അര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് 2-3 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.